മണ്ണാങ്കട്ടയും കരിയിലയും എന്നാണ് ഈ ഭാഗത്തിൻ്റെ പേര്. എന്തുകൊണ്ടായിരിക്കാം ആ പേര് നൽകിയിരിക്കുന്നത്? നമുക്ക് നോക്കാം. മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്ക് പോയ ഒരു കഥയുണ്ട്. ആ കഥ നിങ്ങൾക്ക് മനസ്സിലായാൽ എന്തുകൊണ്ടാണ് ഈ ഭാഗത്തിന് ആ പേര് നൽകിയത് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ആ കഥ കേട്ടോക്കാലോ മക്കളെ. ഒരു ദിവസം രാവിലെ നമ്മളെ കരിയിലയും മണ്ണാങ്കട്ടയും കാശിക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. നല്ല അടിപൊളിയായിട്ട് ഒരു ബാണ്ടൊക്കെ സെറ്റാക്കിയിട്ട് അവർ കാശിക്ക് പോയി. കാശിക്ക് പോയി നടന്ന് കുറച്ചാകുമ്പം നല്ല കാറ്റ് വന്നു. കാറ്റ് വന്നപ്പം കരിയില പറന്നു പോയി. അപ്പോൾ മണ്ണാങ്കട്ട പിടിച്ചു നിർത്തി. അങ്ങനെ അതവർ കുഴപ്പമില്ലാത്ത രീതിയിൽ കരിയില സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോലെ. പിന്നീട് മഴ വന്നു. മഴ വന്നപ്പോൾ മണ്ണാങ്കട്ട അലിയാൻ തുടങ്ങി. അപ്പോൾ കരിയില ഒരു കുട പോലെ നിന്ന് മണ്ണാങ്കട്ട മഴയിൽ നിന്ന് രക്ഷിച്ചു. അങ്ങനെ പരസ്പരം സഹായിച്ച് രണ്ടുപേരും യാത്ര തുടങ്ങി. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ മഴയും കാറ്റും ഒരുമിച്ച് വന്നു. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. രണ്ടുപേരും നശിച്ചുപോയി. കാശി യാത്ര കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇനി പാഠഭാഗത്തിലേക്ക് നോക്കൂ. സങ്കല്പയാത്രയുടെ എത്രയെത്ര കഥകളും കവിതകളും ഉണ്ടെന്നോ. യാത്രയിൽ പ്രതീക്ഷിച്ചതെല്ലാം ലഭിക്കണമെന്നില്ല. ആഗ്രഹിക്കാത്ത പലതും ഉണ്ടായെന്നും വരാം. അതായത് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വിചാരിച്ച തന്നെ കിട്ടുന്നൊന്നില്ല. അതായത് അതൊന്നാമത്തെ ഒരു പോയിൻ്റ്. പിന്നീട് ഈ ഭാഗം പറയുന്നത് വെച്ചാൽ സങ്കല്പയാത്രകളാണ്. നമ്മൾ കരിയിലയും മണ്ണാങ്കട്ടയും പോലെ. കരിയില ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അങ്ങനെ നടന്ന് പോവോ, മണ്ണാങ്കട്ട നടന്ന് പോവോ. ഇത് സുഹൃത്ബന്ധത്തിൻ്റെ പ്രാധാന്യം പറയുന്ന ഒരു കഥയാണ്. ഇതിലേക്ക് വരുമ്പോൾ ഇത് സങ്കല്പ കഥകളും രചനകൾ ഈ പാഠഭാഗത്തിലുണ്ട്. അതുകൊണ്ടാണ് മണ്ണാങ്കട്ടയും കരിയിലയും എന്ന ഈ പേര് കൊടുത്തത്. ഈ പാഠഭാഗത്തിൽ ഒരു നല്ല ചിത്രം കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു യാത്രക്ക് പോകുമ്പോൾ പ്രതീക്ഷിക്കാത്തതെല്ലാം നമുക്ക് കാണും അല്ലേ. പ്രതീക്ഷിച്ചത് കണ്ടുവെന്നും വരില്ല. അതുകൊണ്ട് ആ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ആ ചിത്രം നമുക്ക് തന്നത്. നമ്മൾ എന്തൊക്കെ കാണുന്നു നോക്കാൻ വേണ്ടിയിട്ടാണ് ആ ചിത്രം. ഓരോ ആളും കാണുന്ന വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ആദ്യ കാഴ്ചയിൽ നിങ്ങൾ എന്താ കണ്ടേ? ജീവികളല്ലാതെ മറ്റെന്തെല്ലാം ഉണ്ട് ഇതിൽ? ശരിക്കും നോക്കിയേ, എന്തെല്ലാം ഉണ്ട് ഇതിൽ? ഒരു ആനയുണ്ടല്ലേ, ഒത്ത നടുക്കായിട്ട് വലിയ ഒരു ആന, മധ്യഭാഗത്തായിട്ട് നടുവിൽ. പിന്നെ കുതിരയുണ്ട്. ആനയുടെ കാലുകളുടെ അടുത്ത് നോക്കിയേ ഒരു കുതിര. ആ കുതിരേൻ്റെ കാലിൻ്റെ അടുത്തൊരു തവളേനെ കണ്ടോ? ആനേൻ്റെ തുമ്പിക്കൈയിലേക്ക് നോക്കി, അവിടെ കുരങ്ങനെ സമാനമായ രൂപമില്ലേ. താഴെ മുയലുണ്ട്. ആ മുയലിൻ്റെ സമീപത്തായിട്ട് ഒരു പക്ഷി ഉണ്ടല്ലോ, ഒരു കൂട്ടിൽ അല്ലേ. ഇതിന് ഏറ്റവും മുകളിൽ രണ്ട് പക്ഷി പറക്കുന്നുണ്ടോ? ദൂരെ ഒരുപാട് കാക്കകൾ പറക്കുന്നുണ്ടോ? ആ മരത്തിന് നടുവിലായിട്ടൊരു മുഖം കണ്ടോ? മാനിൻ്റെയോ പുലിൻ്റെ ഒരു മുഖം ഉണ്ടല്ലോ അവിടെ. പക്ഷിക്കൂടുണ്ടല്ലോ അവിടെ, അതിൽ മുട്ടകളുണ്ടല്ലോ. അങ്ങനെ പല രൂപങ്ങളുണ്ടല്ലേ അവിടെ. ഒരുപാട് രൂപങ്ങൾ ഇതിലുണ്ടല്ലോ, ഒളിഞ്ഞിരിക്കുന്നുണ്ടല്ലേ. അത് കാണാൻ ചെന്നാൽ നമ്മൾ പ്രതീക്ഷിച്ചതല്ലാത്തത് പലതും നമ്മൾ കാണും. അതാണ് ഇതിൽ പറയുന്നത്. മുയലും കരടിയും ഒക്കെയുണ്ട്. നിങ്ങൾ വേറെ ഏതൊക്കെ കണ്ടു? കമൻ്റ് ചെയ്തേ. മുന്നറിയിപ്പ് എന്ന ഭാഗമാണ്, എന്നൊരു കവിതയാണ് നമുക്കിനി നോക്കാനുള്ളത്, പഠിക്കാനല്ലേ. നമ്മൾ ആദ്യ ഭാഗത്തിൽ മുകളിൽ തന്നെ ഒരു കരടിയുടെ ചിത്രം ഉണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അതേ ചിത്രം തന്നെയാണ് ഇവിടെ കൊടുത്തത്. ആ ചിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കടലും മലകളും ഒക്കെ കാണാം. കാര്യമായിട്ട് കടലാണ് ഉള്ളത്. തൊട്ട് താഴെ ഒരു പെൻഗിൻ്റെ ചിത്രമുണ്ട്. ഓക്കെ, പക്ഷികളുടെ ചിത്രമുണ്ട്. ഈ ചിത്രം തന്നെയാണ് ഈ കവിതയും. അക്കിത്തം അച്യുതൻ നമ്പൂതിരി, അദ്ദേഹം തൂലികാ നാമമാണ് അക്കിത്തം. അക്കിത്തത്തിൻ്റെ കുട്ടിക്കവിതകൾ എന്ന ഭാഗത്തിലെ ഒരു കവിതയാണ് അക്കിത്തം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് നമുക്കൊന്ന് വായിച്ചു നോക്കാമല്ലോ. ഇതൊരു മുന്നറിയിപ്പാണ്. കവി കാഴ്ച കാണാൻ പോകുന്നവർക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ് ഈ കവിത. എന്തൊക്കെ മുന്നറിയിപ്പാണ് കവി നമുക്ക് കൊടുക്കുന്നത് നോക്കാം. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്നു വിചാരിക്കുന്നതു കാണാൻ ചെന്നാൽ കാണില്ല. ഓക്കെ, ഈ കാഴ്ച കാണാൻ പോകുന്ന ആൾക്കാർക്ക് കവി ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. എന്താ? നിങ്ങൾ എന്താണോ കാണാൻ പോകുന്നത്
അത് അവിടെ ചെന്നാൽ കാണൂല. അതെന്താ ഇപ്പം അങ്ങനെ പറയുന്നത്? നമുക്ക് നോക്കാമല്ലോ. അതെന്താ അങ്ങനെ പറയുന്നത്? മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കാ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നുണ്ട്. ഓക്കെ, കാഴ്ചകൾ കാണാൻ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയുള്ള പാരഗ്രാഫിലും നിങ്ങൾക്കത് കൂടുതൽ വ്യക്തമാവും. രണ്ടാമത്തെ പാരഗ്രാഫ്, കടലുകൾ കാണാൻ പോയിട്ട് ഞാൻ കണ്ടതു നീളെ തിരമാല. അതായത് ആദ്യത്തെ പാരഗ്രാഫിൽ കവി പറഞ്ഞു, കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം, കാണണമെന്നു വിചാരിക്കുന്നതു കാണാൻ ചെന്നാൽ കാണില്ല. എന്നിട്ട് അതിന് എന്തൊക്കെ ഉദാഹരണമായിട്ട് പറയുന്നത്? കടലുകൾ കാണാൻ പോയിട്ട് ഞാൻ കണ്ടതു നീളെ തിരമാല. അതായത് കടൽ കാണാൻ പോയിട്ട് ഞാൻ കണ്ട തിരമാലയാണെന്നാണ് പറയുന്നത് അല്ലേ. നമ്മുടെ ആ ഒരു പേഴ്സ്പെക്റ്റീവ്, നമ്മളെ ഒരു വ്യൂ അതായിരിക്കുമല്ലേ. കടലിന് മുമ്പ് പോയിരുന്നാൽ നമ്മൾ കാണുന്നത് എന്താ? തിരമാലല്ലേ. യെസ്. എന്നാൽ അതാണോ? അങ്ങനെയല്ലല്ലോ. അതുകൊണ്ടാണ് കവി പറയുന്നത്, കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം, കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. രണ്ടാമത്തെ പാരഗ്രാഫിൽ മൂന്നാമത്തെ വരി നോക്കാലോ. കപ്പലു കാണാൻ പോയിട്ട് ഞാൻ കണ്ടത് കൂറ്റൻ മണിമേട. അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിയത്? നിങ്ങളല്ല ടൈറ്റാനിക് സിനിമ അടിച്ചേ, അപ്പോൾ ആ കപ്പൽ നിങ്ങളെ മനസ്സിലേക്ക് വരട്ടെ. അതിൻ്റെ താഴെ നമ്മൾ നിന്ന് അങ്ങനെ തോന്നും, വലിയ മാളിക അല്ലേ, വലിയൊരു കൂറ്റൻ മാളികയായിട്ടല്ല നമുക്ക് തോന്നൽ. അത്രയേ ഉള്ളൂ. അതായത് ഫുൾ ലൈറ്റിട്ട നല്ല ടൈറ്റാനിക് കപ്പൽ രത്നങ്ങൾ പതിപ്പിച്ച ഒരു മണിമേടയോടാണ് അക്കിത്തം ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെ തോന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇനി അടുത്ത പാരഗ്രാഫ് നോക്ക്. കാടുകൾ കാണാൻ പോയിട്ട് ഞാൻ കണ്ടതു നീളെ മരമല്ലോ. അതായത് നമുക്ക് എല്ലാവരും ജീവിതത്തിൽ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്. നമ്മൾ ദൂരെ നിന്ന് ഒരു കാട് നോക്കിയാൽ നമ്മൾ പിന്നീട് അതിനകത്തേക്ക് പോകുമ്പോൾ ഒരുപാട് മരങ്ങൾ ചേർന്നാണ് ആ കാട് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വരും. ഓക്കെ, നമ്മൾ കാണുന്ന ദൂരത്തിലൊരു വലിയ കാടാണ്, എന്നാൽ അതിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് മരങ്ങളാണ് നമുക്ക് കാണൽ. ഓക്കെ, കാട് പ്രതീക്ഷിച്ച് പോയിട്ട് നമുക്ക് ഒരുപാട് മരങ്ങൾ കാണുന്നൊരവസ്ഥയില്ലേ. ഇത് തന്നെയാണ് കവി പറയുന്നത്. കാണാൻ ചെന്നു വാരിക്കുഴി ഞാൻ കണ്ടത് കൂറ്റൻ കിണറല്ലോ. നമ്മൾ ആന എങ്ങനെയാണ് ആനയെ വീഴ്ത്തിയിട്ട് അതിനെ മെരുക്കി നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനെ വീഴ്ത്തുന്ന ആ കുഴിയാണ് വാരിക്കുഴി. ഓക്കെ, ആ വാരിക്കുഴി എന്നൊരു കിണർ പോലെയാണ്, ഒരു വൃത്താകൃതിയിലൊരു കുഴി, അതിന് മുകളിൽ പച്ചിലകളൊക്കെ വെച്ച് ഒരു കിണർ പോലെ നമുക്ക് തോന്നൽ. അതുകൊണ്ട് ആ രീതി പറയുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്ക്. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം, കാണണമെന്നു വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. അതായത് കവിതയുടെ അവസാനത്തിലും കവി വീണ്ടും ഒരു മുന്നറിയിപ്പ് കൂടി തരുന്നത്. അത് ആദ്യം കാഴ്ചകൾ കാണാൻ പോകുന്നവരോട് ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് പല വിസ്മയങ്ങളും കാണാൻ സാധിക്കും, എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാണാൻ കഴിയില്ല. അടുത്തതായി കവി പരിചയമാണ്. കവി പരിചയം വളരെ പ്രധാനപ്പെട്ടാണ്. അക്കിത്തൊക്കെ LSS പരീക്ഷയ്ക്ക് ചോദിക്കും. അക്കിത്തിൻ്റെ പ്രധാനപ്പെട്ട 2 വരിയുണ്ട്. വെളിച്ചം ദുഃഖമാനുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. തമസ്സെന്താ? ഇരുട്ട്. അക്കിത്തം 1926 മാർച്ച് 18 പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിൽ ജനനം. അക്കിത്തം എന്നത് വീട്ടുപേരാണ്. അതുതന്നെയാണ് തൂലികാനാമവും. മുഴുവൻ പേര് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. പത്രപ്രവർത്തകനായിരുന്നു. പിന്നീട് കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ ദീർഘകാലം ജോലി ചെയ്തു. കവിത, ചെറുകഥ, നാടകം, വിവർത്തനം, ലേഖനം എന്നിങ്ങനെയായി 40ലധികം കൃതികൾ രചിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, ബലിതർപ്പണം, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, ഒരു കുല, മുന്തിരിങ്ങ എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ചിലതാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, ജ്ഞാനപീഠം പുരസ്കാരം, പത്മശ്രീ ബഹുമതി തുടങ്ങിയ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2020 ഒക്ടോബർ 15 അന്തരിച്ചു.
കവിത താളത്തിൽ ചൊല്ലൂ. അത് നിങ്ങൾ സ്കൂളിൽ നിന്ന് ചൊല്ലി നോക്കണം, ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വലായിട്ടും. രണ്ടാമത്തെ ചോദ്യം, കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കവി ഇങ്ങനെ പറയാൻ കാരണം എന്താവും? ചിത്രം കൂടി പരിശോധിച്ച് പറയുന്ന. ചിത്രങ്ങളെല്ലാം നോക്കിയതാണ്. കരടിയാണെങ്കിലും അതിനുള്ളിൽ ഒരു കടലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. യാത്രകളിൽ നാം കാണുന്ന കാഴ്ചകൾ പലപ്പോഴും അപ്രതീക്ഷിതവും അത്ഭുതകരവുമായിരിക്കും എന്നതാണ് ഈ കവിതയുടെ സന്ദേശം. നമ്മളൊരു കാര്യം കാണാൻ പോകുമ്പോൾ അത് മനസ്സിൽ വിചാരിച്ച രൂപത്തിലായിരിക്കില്ല നേരിൽ കാണുന്നത്. നമ്മൾ കവിതയിൽ പറഞ്ഞു, വാരിക്കുഴിയും കടലും കാടും അതൊക്കെ അതിന് ഉദാഹരണമാണ്. കടൽ കാണാൻ പോകുന്ന ഒരാൾ കാണുന്നത് നീളമുള്ള തിരമാലകളാണ്. കപ്പലിനെ ഒരു വലിയ മണിമേടയായും കാടിനെ മരങ്ങളുടെ കൂട്ടമായും വാരിക്കുഴിയെ വലിയൊരു കിണറായും കവി അവതരിപ്പിക്കുന്നു. നമ്മൾ കാണാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് മുന്നിലുള്ളതെങ്കിലും അതിൻ്റെ വലിപ്പവും പുതുമയും കാരണം അത് മറ്റൊരു കാഴ്ചയായി നമുക്ക് അനുഭവപ്പെടുന്നു. ചുരുക്കത്തിൽ കാഴ്ചകളെ മുൻധാരണകളില്ലാതെ കാണണമെന്നും ഓരോ കാഴ്ചയും ഒളിഞ്ഞിരിക്കുന്ന വിസ്മയത്തെ തിരിച്ചറിയണമെന്നുമാണ് കവി ഈ വരിയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് കവി നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നാണ്. കവി പറഞ്ഞ് ആദ്യവും അവസാനവുമായി പറയുന്ന മുന്നറിയിപ്പുകൾ എന്താ? കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല എന്നാണ് കവി പറയുന്നത്. ഇവിടെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള മറ്റു കാഴ്ചകൾ കാണാം എന്ന മുന്നറിയിപ്പാവാം കവി യാത്രക്കാർക്ക് നൽകുന്നത്. ഒരു പോസിറ്റീവ് മുന്നറിയിപ്പാണ് കവി നൽകുന്നത്. ഓക്കെ.